ജൻ ജിന്ദഗി ആസാദി എന്ന മുദ്രാവാക്യം ഉയർത്തി ഇറാനിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം 2022-23 കാലഘട്ടങ്ങളിൽ നടന്നിരുന്നു. ശിരോവസ്ത്രം ധരിക്കാത്ത ഒരു പെൺകുട്ടി മാസ അമീനിയെ ഇറാനിലെ മതകാര്യ പോലീസ് അറസ്റ്റ് ചെയ്യുകയും കസ്റ്റഡിയിൽ വെച്ച് അവർ മരണപ്പെടുകയും ചെയ്യുന്നു. ഇതേ തുടർന്നാണ് വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഇറാനിൽ ഉണ്ടായത്. ജൻ ജിന്ദഗി ആസാദി, വിമൻ ലൈഫ് ഫ്രീഡം എന്നായിരുന്നു ആ മുദ്രാവാക്യത്തിൻ്റെ അർത്ഥം. ആ രീതിയിലുള്ള ഏഷ്യ ഭരണകൂടത്തിനെതിരെയുള്ള ആയത്തുള്ള ഖുമൈനിക്കെതിരെയുള്ള വലിയ പ്രക്ഷോഭങ്ങൾക്ക് പലപ്പോഴും ഇറാൻ സാക്ഷിയായിട്ടുണ്ട്. ഇസ്രായേൽ ആക്രമണം നടന്ന ഘട്ടത്തിൽ രാജ്യമൊട്ടാകെ ആയത്തുള്ള ഖുമൈനിയുടെ പിന്നിൽ, രാജ്യത്തിൻ്റെ പിന്നിൽ അണിനിരക്കുന്ന കാഴ്ചയും നാം കണ്ടിരുന്നു. എന്നാൽ എല്ലാ പ്രക്ഷോഭങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇറാനിൻ്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുന്ന വിധത്തിലുള്ള വലിയ പ്രക്ഷോഭം ഇപ്പോൾ ഇറാനിൽ നടന്നു വരികയാണ്. ഇറാൻ ജനത പതിറ്റാണ്ടുകളായി അടക്കിപ്പിടിച്ച അവരുടെ ഉള്ളിലെ രോഷം, അല്ലെങ്കിൽ അവരുടെ പെൻഡപ്പ് ഫ്യൂരി, അത് പുറത്തെടുക്കുകയാണ്. ആ രീതിയിലുള്ള പ്രക്ഷോഭം എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നു. ജിയോ പൊളിറ്റിക്സിലെ വലിയ ഒരു മാറ്റം, വലിയ ഒരു ഷിഫ്റ്റ് നാം കാണുന്നത് വെനുസിലൻ പ്രസിഡന്റ് വെനിസുലയിൽ പോയി അറസ്റ്റ് ചെയ്ത് അമേരിക്കയിൽ കൊണ്ടുപോകുന്ന ഒരു ഘട്ടമെത്തിയപ്പോൾ അമേരിക്ക വലിയ രീതിയിലുള്ള ആക്രമണം ലോകത്ത് നടത്താൻ ആരംഭിക്കുകയാണ്. ട്രംപ് അടുത്തിടെ മാറ്റുകയുണ്ടായി. ആ മാറ്റിയത് വാർ മിനിസ്ട്രി എന്നാക്കി മാറ്റിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ എപ്പോഴും യുദ്ധത്തിന് റെഡിയായി, മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കാൻ റെഡിയായി നിൽക്കുന്ന ഒരു രാജ്യമാണ് തങ്ങളെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. വലിയ ഒരു വൈരുദ്ധ്യം, 8 യുദ്ധങ്ങൾ താൻ നിർത്തിയതുകൊണ്ട് താൻ 8 നൊബേൽ പ്രൈസിന് അർഹനാണെന്ന് മെനിഞ്ഞാന്ന് പറഞ്ഞ അതേ ട്രംപാണ് യുദ്ധത്തിന് വേണ്ടിയുള്ള എല്ലാ കോപ്പുകൂട്ടലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഇറാനിൽ പ്രത്യേകമായ താല്പര്യം അമേരിക്കക്കുണ്ട്. അമേരിക്കയെയും ഇസ്രായേലിനെയും ശത്രു രാജ്യമായി കാണുന്ന ഒരു രാഷ്ട്രമാണ് ഇറാൻ. ഒരു റെജീം ചേഞ്ച്, അവിടെയുള്ള ഭരണമാറ്റം അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട്, ഇസ്രായേൽ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭം വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ്. പ്രക്ഷോഭം വലിയ രീതിയിൽ ഇറാൻ്റെ രാഷ്ട്രീയ സാഹചര്യം മാറ്റിമറിച്ചിരിക്കുന്നു. പ്രതിഷേധക്കാർക്കെതിരെ നീങ്ങിയാൽ അമേരിക്ക ഇടപെടുമെന്ന താക്കീത് ട്രംപ് നൽകിയിരിക്കുകയാണ്. മറ്റൊരു രാജ്യത്തെ പ്രസിഡന്റിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് പ്രക്ഷോഭകർ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത്. തങ്ങളുടെ നഗരങ്ങളെ അവർ നശിപ്പിക്കുകയാണ് എന്നാണ് ആയത്തുള്ള ഖൊമൈനി പറയുന്നത്. എന്നാൽ വെള്ളിയാഴ്ച മുതൽ പല സ്ഥലങ്ങളിലും ഇറാനിലെ ഭരണകൂടത്തിന് അനുകൂലമായ ആയത്തുള്ള ഖൊമൈനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രോ ഗവൺമെൻറ് റാലികളും അവിടെ നടക്കുന്നുണ്ട്. മാറ്റങ്ങൾക്ക് വേണ്ടി കൊതിക്കുന്ന ഒരു ജനത അവിടെയുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആഭ്യന്തരമായ സമരങ്ങൾ, രാജ്യത്തെ ജനങ്ങളുടെ പ്രതിഷേധവും പ്രക്ഷോഭവും ഒരു ഭാഗത്ത്, അമേരിക്കയുടെ ഭീഷണിയും ത്രട്ടും മറുഭാഗത്ത്. ഇങ്ങനെ ഇറാൻ, ആയത്തുള്ള ഖൊമൈനി ഭരണകൂടം വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. എങ്ങനെ അവർ ഇത് അതിജീവിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. 1979 നടന്ന വലിയ വിപ്ലവത്തിന് ശേഷമാണ് ആയത്തുള്ള ഖൊമൈനിയുടെ ഭരണം ഇറാനിൽ നിലവിൽ വരുന്നത്. അതിനുശേഷം നീണ്ട 10 വർഷം ഇറാഖുമായി യുദ്ധം ചെയ്ത രാജ്യമാണ് ഇറാൻ. ആ ഘട്ടത്തിൽ ഒക്കെ ജനതയെ കൂടെ നിർത്താൻ ഭരണകൂടത്തിന് സാധിച്ചിരുന്നു. അമേരിക്കൻ ഉപരോധങ്ങളെ അതിജീവിക്കാൻ ജനങ്ങളെ കൂടെ നിർത്താൻ ഇറാൻ ഭരണകൂടത്തിന് സാധിച്ചിരുന്നു. പാരമ്പര്യമുള്ള, ചരിത്രമുള്ള, സമ്പന്നതയുടെ പാരമ്പര്യമുള്ള വലിയ ഒരു രാജ്യമാണ് ഇറാൻ. ആ ഇറാനെ നശിപ്പിക്കാൻ, അസ്ഥിരതയിലേക്ക് തള്ളിയിടാൻ വലിയ രീതിയിലുള്ള പരിശ്രമം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതോടൊപ്പം ആഭ്യന്തരമായി വലിയ പ്രതിഷേധം കൂടി വരുമ്പോൾ ആ രാജ്യത്തിൻ്റെ ഭാവി വലിയ രീതിയിൽ അപകടത്തിലേക്ക് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. ലോകരാജ്യത്ത് മുഴുവൻ യുദ്ധം വിതക്കുകയും കെടുതികൾ സമ്മാനിക്കുകയും ചെയ്യുന്ന അമേരിക്കൻ സാമ്രാജ്യത്വം തുലയട്ടെ എന്നാണ് എപ്പോഴും ഇറാൻ ഉയർത്തുന്ന മുദ്രാവാക്യം. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.